ഓഡിയോയില്ല. സുനിൽ ഐസക് ഉണ്ട്. സുനിൽ, MLA മാർ ഓരോരുത്തരായി എത്തുകയാണ്. ഇപ്പോൾ VT ബൽറാം, OJ ജനീഷ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് കാണുന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. കാരണം പ്രതികരണം വേണ്ട എന്ന കർശന നിർദ്ദേശം MLA മാർക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ മുതിർന്ന നേതാക്കളുടെ ശരീരഭാഷയൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു സുനിൽ. ചെന്നിത്തല അവിടെ വന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്. എല്ലാവരും വളരെ ചിരിച്ച് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വർത്താനം പറയുന്നുണ്ട്. പക്ഷേ സതീഷിനെയൊക്കെ കണ്ടപ്പോൾ ഒരു പിരിമുറുക്കം, കെ മുരളീധരന്റെ മുഖത്തൊക്കെ ഒരു പിരിമുറുക്കം ഉള്ളതുപോലെ അനുഭവപ്പെട്ടു. ആകെ കൂടി ഒരു ടെൻഷൻ ഉണ്ടോ നേതാക്കൾക്ക്? സ്വാഭാവികമായി എല്ലാവർക്കും അത്തരം ടെൻഷൻ ഉണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതിലൊരു അനിശ്ചിതത്വം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ഓരോ ഗ്രൂപ്പും പലതരത്തിൽ അവകാശവാദങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോഴും കൂടുതൽ MLA മാരുടെ പിന്തുണ, പാരമ്പര്യം, ഹൈക്കമാൻഡ് പിന്തുണ, ജനകീയത, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത്തരത്തിൽ പല അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും പക്ഷേ അവസാന നിമിഷം ആർക്കാണ് നറുക്ക് വീഴുക എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ട്. അതൊരു നിർണായകമായ ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവസാനമായി തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. പല തരത്തിലുള്ള ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്കൊക്കെ പോവുക എന്നും നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MLA മാരുടെ ഭൂരിപക്ഷം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ പൂർണ്ണമായും ആ ആൾക്ക് നറുക്ക് വീഴണമെന്നൊന്നുമില്ല. കാരണം അതിൽ മറ്റ് പല കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് അതിൽ ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതടക്കം എടുത്തുകൊണ്ടാണ് ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുക. അതിൻ്റെ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ദിവ്യ. കാരണം ചെറിയ കാര്യമല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നതല്ലേ. അതിൻ്റെ ഒരു പ്രാരംഭ നടപടിയും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് MLA മാരുടെ അഭിപ്രായം തേടുക എന്നതാണ്. ആ നടപടികളിലേക്കാണ് പോകുന്നത്. അത് പൂർണ്ണമായും രഹസ്യമായി ആയിരിക്കണം എന്ന നിർദ്ദേശം AICC നൽകിയിട്ടുണ്ട്. അതിൽ ദീപാദാസ് മുൻഷിയുടെ പോലും സാന്നിധ്യം ഉണ്ടാകരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളെ 4:30 മണിയോടുകൂടി കാണുന്നുണ്ട്. നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഘടകകക്ഷി നേതാക്കളുടെ പൂർണ്ണമായ പിന്തുണ VD സതീശനാണ് എന്നാണ്. അതുകൊണ്ടാണ് അല്പസമയം മുമ്പ് മാത്യു കുഴൽനാടൻ, KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന മാത്യു കുഴൽനാടൻ അതിശക്തമായ രീതിയിൽ ലീഗിനെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ലീഗിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന തരത്തിലാണ് കുഴൽനാടൻ പറഞ്ഞത്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ആരായിരിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെയോ മന്ത്രിമാരെയോ നിശ്ചയിക്കാൻ ഞങ്ങൾ വരുന്നില്ലല്ലോ എന്ന് തന്നെയാണ് കുഴൽനാടൻ പറഞ്ഞത്. അതായത് ലീഗിന്റെ നിലപാടിൽ KC വേണുഗോപാൽ പക്ഷത്തിന് അതിശക്തമായ അമർഷമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ലീഗിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. കാരണം ഇതിൽ MLA മാരുടെ അഭിപ്രായം, ഘടകകക്ഷികളുടെ അഭിപ്രായം എന്നതിലൊക്കെ അപ്പുറത്ത് പൊതുവികാരം, ജനവികാരം, അതും കൂടി വളരെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് ഏത് തരത്തിൽ അതിനെ അളക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം തനിക്ക് അനുകൂലമായി വികാരമുണ്ട്, ജനവികാരമുണ്ടെന്ന് കാണിക്കാൻ ചിലരൊക്കെ നടത്തിയ ചില പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ ചെന്നിറങ്ങുന്ന KC വേണുഗോപാലിന് അവിടെ ഡൽഹി DCCയുടെ നേതൃത്വത്തിൽ കൊടുത്ത ഒരു സ്വീകരണം നമ്മൾ കണ്ടു. നാട് മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നത് കണ്ടു. ഇതൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ബോർഡുകളാണ് ഇന്നിപ്പോൾ KC വേണുഗോപാലിന് വേണ്ടി ഇവിടെ KPCC ആസ്ഥാനത്തിന് പുറത്തൊക്കെ വെച്ചിരിക്കുന്നത്. അതും ഏതോ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ പേരിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. കാരണം മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് അയാൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ലല്ലോ. മൂവാറ്റുപുഴക്കാരനായ ഒരു മണ്ഡലം പ്രസിഡന്റ്. അത്തരത്തിൽ ഇങ്ങനെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ദേശീയ നേതൃത്വം കാണുന്നുണ്ട്, ഹൈക്കമാൻഡും കാണുന്നുണ്ട്. അപ്പോൾ വലിയ ജനവികാരം തങ്ങൾക്കുണ്ട് എന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം പൊതുബോധത്തിൽ ഞങ്ങളും കൊള്ളാം എന്ന് അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം മറ്റു തലത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള നാടകങ്ങളും നീക്കങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പക്ഷേ ഇവിടെ ഒരു വലിയ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയോ VD സതീശനോ അല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രിയായാൽ, അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഒന്ന് നിയമസഭയിലേക്കും ഒന്ന് ലോക്സഭയിലേക്കും.
ആ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. എന്തിന് പുറത്തു നിന്നൊരാളെ MLA ആയി മത്സരിക്കാത്ത ഒരാളെ നിലപാടുകൾ, അതായത് MP-മാർ മത്സരിക്കേണ്ടെന്ന നിലപാട് ഒഴിവാക്കിക്കൊണ്ട് എന്തിന് അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എടുത്തുവെന്ന് ജനം ചോദിച്ചാൽ അവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടി കോൺഗ്രസിനുണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് ഈ കിട്ടിയ എല്ലാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെയും ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പരാജയത്തിലേക്ക് പോവാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താനെന്നാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പറയുന്നത്. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് പണിയെടുത്തവന് കൂലി എന്നാണ് അദ്ദേഹം ഈ വിഷയത്തോടെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്. അതായത് പണിയെടുത്തത് വീഡിയാണെങ്കിൽ അതിന്റെ കൂലി VD സതീശന് തന്നെ കിട്ടണം. പ്രതിപക്ഷ നേതാവാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ UDF-നെ ഏകോപിപ്പിച്ചു കൊണ്ടുപോയതും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കനത്ത വിജയം സമ്മാനിച്ചതുമൊക്കെ VD സതീശന്റെ നേതൃത്വമാണെന്നാണ് പൂർണ്ണമായും തന്നെ ഘടകകക്ഷികൾ വിശ്വസിക്കുന്നത്. അത് RSP ആയാലും കേരള കോൺഗ്രസ് ആയാലും ഒറ്റക്കക്ഷികളായിട്ടുള്ള അനൂപ് ജേക്കബ്, അത്തരം ചെറിയ കക്ഷികളായാലും CMP ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് അവരുടെ നിലപാട്. അത് സ്വാഭാവികമായും ഇതിൽ നിർണായകമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും.